ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് വിയേർഡായിട്ടുള്ള ചോക്ലേറ്റ് ബാർസിൻ്റെ റിവ്യൂ ആണ്. ഫസ്റ്റ് വൺ ഈസ് ഫിറാറോ. ഈ സംഭവത്തിൻ്റെ ഐസ്ക്രീമിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിറാറോയുടെ നമ്മൾ ആ റൗണ്ട് മുട്ടായാണല്ലോ നമ്മൾ കഴിച്ചിട്ടുള്ളത്. ആ റൗണ്ട് സാധനത്തിൻ്റെ ബാറാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇറ്റ്സ് എൻ എൻറ്റയർ ക്യാൻഡി ബാർ. എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് അയ്യോ ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നായിപ്പോയി. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, വിയേർഡായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി. ഇത് ഹേസൽനട്ടാണ്. ഇതിൻ്റെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ സംഭവമാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം എനിക്ക് മിൽക്ക് ചോക്ലേറ്റിൻ്റെയാണ് ഇഷ്ടം ഡാർക്ക് ചോക്ലേറ്റിനെക്കാട്ടിലും. കുഞ്ഞൊരു പാക്കാണ്, ക്യൂട്ട് ലുക്കിംഗ് പാക്കാണ്. അപ്പോൾ എനിക്കിൻ്റെ പടം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ കണ്ടോ ഓരോ ബാറിലും ആ റൗണ്ട് കുഞ്ഞു മുട്ടായി കാണും എന്നാണ് ഇതിൽ കൂടെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിനകത്ത് നട്ട് കാണും എന്നാണ് തോന്നുന്നത്, ഹേസൽനട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പിറകെ വായിച്ചു. ആസ് യൂഷ്വൽ ചോക്ലേറ്റ് ബാർസിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. മിൽക്ക് ചോക്ലേറ്റ് 60% ഉണ്ട്. അതുപോലെ തന്നെ ഷുഗർ, ഓഫ്കോഴ്സ് കൊക്കോ ബട്ടർ, ഹേസൽനട്ട് 16% ഉണ്ട്. കൊക്കമസ്, പാം ഓയിൽ, സ്കിംഡ് മിൽക്ക്, വേ പൗഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് വന്നിട്ട് ഒറിജിനൽ ഫെറാറോയുടെ ഒറിജിനലാണ്. അപ്പോൾ ഇതവർ പറയുന്നുണ്ട് ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ ഇത് സൂക്ഷിക്കണം എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇത് മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറിപ്പോകും. പക്ഷേ ഞാനിത് വാങ്ങിച്ചിട്ട് വെയിലത്ത് ബാഗിനകത്ത് ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ കണ്ടീഷൻ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് പൊട്ടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. സോ ഐ എം ഗോയിങ് ടു ഓപ്പൺ ദിസ്. Very excited about this. Okay, തുറക്കുന്ന ഇതിൻ്റെ പൊട്ടിക്കാനുള്ള ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഗോൾഡ് റാപ്പാണ് കേട്ടോ, ഐസ്ക്രീമിൻ്റെ അതേ ഗോൾഡ് റാപ്പ്. റിച്ച് ലുക്ക്. ഇത് ഞാൻ 2 പൗണ്ടിനാണ് കേട്ടോ ഈ സാധനം വാങ്ങിച്ചത്. അറൗണ്ട് 2 പൗണ്ട്. സൂപ്പർ സാധനം. ആൻഡ് തുറന്ന് നോക്കാൻ പോവാണ്. മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഇത് പൊട്ടിക്കുമ്പോഴേ മണം ഇങ്ങനെ അടിക്കുന്നുണ്ട്. യെസ്, അവർ പ്രോമിസ് ചെയ്തതുപോലെ തന്നെയാണ് ഈ സാധനം ഇരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ. ഇതിനകത്ത് ഹേസൽനട്ട് കാണുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാനിത് കഴിച്ചു നോക്കാൻ പോവാണ്. അവർ പറ്റിച്ചു. ഇതിനകത്ത് ഉണ്ട ഹേസൽനട്ടില്ല, പക്ഷേ കുഞ്ഞു ഹേസൽനട്ടും ഫുൾ ഇട്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്. കറക്റ്റ് എക്സാക്റ്റ് നമ്മളെ റൗണ്ട് മുട്ടായില്ലേ അത് കഴിക്കുന്ന സെയിം ടേസ്റ്റാണ്. പക്ഷേ അകത്ത് ഹേസൽനട്ട് മാത്രമില്ല. സോ ഐ ലവ് ദിസ്. ഇനി ഇത് മുട്ടായി പിന്നെയും വാങ്ങിക്കുന്നതായിരിക്കും. ബിക്കോസ് വെരി ഗുഡ്. കാരണം യൂഷ്വലി നമ്മൾ ഫെറാറോ വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പെട്ടി ഉണ്ടല്ലോ, ആ റൗണ്ട് മുട്ടായിയുടെ ബോക്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 5 പൗണ്ട് 7 പൗണ്ട് അങ്ങനെയുള്ളൊരു റേറ്റിലേക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പം 2 പൗണ്ടേ ഉള്ളൂ. സോ പെട്ടെന്ന് ഈ മുട്ടായി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാം. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ചും കൂടി ചോക്ലേറ്റിൻ്റെ ക്വാണ്ടിറ്റി ഇതിനാണ് കൂടുതലെന്ന് തോന്നുന്നു. സോ ഐ ലവ് ദിസ് ഓവർ ദാറ്റ് റൗണ്ട് ചോക്ലേറ്റിനെക്കാട്ടിലും കൂടുതൽ ഞാനിതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ദിസ് ഈസ് ദ ബെസ്റ്റ്. ഓക്കെ, നൗ ഇനി അടുത്ത ചോക്ലേറ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് മിൻറ്റ്. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കോമ്പിനേഷനാണ് ചോക്ലേറ്റിനും മിൻറ്റും കൂടെ. എങ്ങനെ ഇവർ കമ്പൈൻ ചെയ്യുന്നത്? ചോക്ലേറ്റ് മിൻറ്റെന്ന് പറയുന്നത്
നമ്മുടെ മിൻ്റ് എന്ന് പറയുന്ന പുതിനയാണല്ലോ, അത് നമ്മൾ കറിക്കൊക്കെ ഇടുന്നൊരു സാധനമാണ്. അത് ഒരു സ്വീറ്റ് ഡിഷും എസ്പെഷ്യലി അത് ചോക്ലേറ്റുമായിട്ട് അവർക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. എവിടെയൊക്കെ ചോക്ലേറ്റ് മിൻറ്റ് കോമ്പിനേഷൻ ഉണ്ടോ, ഞാൻ ആ ചോക്ലേറ്റ് ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. ഏതൊക്കെ ബ്രാൻഡ് ഉണ്ടോ അതൊന്നും ഞാൻ എടുക്കത്തില്ല. കാരണം എനിക്കത് മാനസികമായിട്ടൊന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഗാലക്സിയുടേതാണ് മിൻറ്റ് വന്നിരിക്കുന്നത്. ആൻഡ് അതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഗാലക്സിയുടെ കുക്കി ക്രംബിളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മിൻറ്റ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ എനിവേ, ഇതിനകത്തും ആസ് യൂഷ്വൽ എന്താണ് ചോക്ലേറ്റിൻ്റെ അത് സെയിം പോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. മിൻറ്റ് ഫ്ലേവർ മിൽക്ക് ചോക്ലേറ്റ് വിത്ത് മിൻറ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഗർ, സ്കിംഡ് മിൽക്ക്, പൗഡർ ബട്ടർ, കൊക്കമാസ്, മിൽക്ക് ഫാറ്റ്, ഇതൊക്കെയാണ്. പാം ഫാറ്റ് യൂഷ്വലി ഉള്ളതുപോലൊക്കെ തന്നെയാണ്. പിന്നെ വലിയ ക്യാൻഡി ബാറാണ്. ആരും എന്താണ് മൊത്തത്തിൽ ഒറ്റയിരിപ്പിനെടുത്ത് കഴിച്ച് കളയരുത്. സർവിങ് സൈസൊക്കെ വളരെ ചെറുതായിരിക്കും. സോ ബി കെയർഫുൾ വിത്ത് ദാറ്റ്. ടു മച്ച് ഓഫ് ഷുഗർ എടുക്കരുത്, നല്ലതല്ല. ഓക്കെ, അപ്പോൾ വച്ചിരുന്ന് കഴിക്കണം. എനിക്ക് ഉറപ്പില്ല എനിക്കിത് കഴിക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. എനിക്കൊരു വിയേർഡ് ഫീലിംഗ് ആണ് മിൻറ്റ് ആൻഡ് ചോക്ലേറ്റ്. എനിക്ക് വിയേർഡ് ഫീലിംഗ് ആണ്. സോ പൊട്ടിച്ചോക്കാം. ദൈവമേ, കഴിക്കാൻ പറ്റണേ. എന്തോ ഒരു ഇല്ലല്ല, ഗാലക്സിയുടെ മണം തന്നെയാണ്. പക്ഷെ എന്തോ ഒരു ചെറിയ കീബോർഡിലെ കീസ് കണക്കിരിക്കുന്നു. പെർഫെക്റ്റ്ലി ക്രാഫ്റ്റഡ്. എന്ത് ഭംഗിയാണോ എനിക്ക്. ലൈക്ക് ജുവൽസ് ഒക്കെ പോലെ അല്ലേ. എന്തോ ഒരു എന്താണ് സ്റ്റോൺസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. വെരി പെർഫെക്റ്റ്. ട്രൈ ചെയ്ത് നോക്കാം. This is going to be a waste. ടൂത്ത് പേസ്റ്റ് അതിനകത്ത് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലുണ്ട്. ഇത് ആളുകൾ എങ്ങനെ ഇത് വാങ്ങിച്ച് കഴിക്കുന്ന എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഇനി ഒരു ബൈറ്റ് കൂടെ എടുക്കാൻ പറ്റത്തില്ല. ഐ എം സോറി. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഈ പോളോ മുട്ടായി അതൊക്കെ വാരി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ ഗാലക്സിയുടെ ഈ മിൻറ്റ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇത് വെച്ച് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എനിക്ക് എന്തായിരുന്നാലും ഇത് ഇന്ന് ഒരു ബൈറ്റ് പോലും ഇനി കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിള്ളേർ വല്ലതും കഴിക്കുമോ എന്നറിയത്തില്ല. കഴിക്കുമെങ്കിൽ അവർക്ക് കൊടുക്കാം. സോ പോളോ മുട്ടായി ഇഷ്ടമില്ലാത്തവർ ഒരിക്കലും ഈ സാധനം വാങ്ങിച്ച് ട്രൈ പോലും ചെയ്യരുത്. പക്ഷേ ആ മിൻറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. മിൻറ്റ് ആൻഡ് ചോക്ലേറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു അനുഭവമായിരിക്കും. സോ അങ്ങനെയുള്ളവർ കഴിക്കുക. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കോഫി കുടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇനിയാണ് ഒരു വലിയ സംഭവം വരാൻ പോകുന്നത്. ഈ സാധനം ഞാൻ കടയിൽ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എന്താണ് ഞാൻ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലാണോ ദൈവമേ നിൽക്കുന്നത്, അതോ സ്പൈസസിൻ്റെ സെക്ഷനിലാണോ നിൽക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോൾ. ബിക്കോസ് ദിസ് ചോക്ലേറ്റ് ഹാസ് ചില്ലി ഇൻ ഇറ്റ്. മുളകിട്ട ചോക്ലേറ്റ്, മുളകിട്ട മീൻകറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മുളകിട്ട ചോക്ലേറ്റ്, ദൈവമേ. സോ ഇത് എന്ന് പറയുന്നത് ലിൻഡ് എന്ന് പറയുന്നൊരു അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെയാണ് ഇത്. കുറച്ച് ഇത്തിരി ഒന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റാണ്. ഞാനിത് 3.5 പൗണ്ട് കൊടുത്താണ് വാങ്ങിച്ചത്. നാട്ടിൽ ഒരു 400 അത്ര റേഞ്ച് ആവും. പക്ഷെ ഞാൻ എന്തിനിത് വാങ്ങിച്ചു എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം ഇത് കഴിക്കാനുള്ള ധൈര്യം എനിക്കില്ല.
ബട്ട് എനിവേ എനിക്കിത് കഴിച്ചാലേ പറ്റത്തുള്ളൂ. സോ ഇതിൽ ഒരു ഷെഫിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഭയങ്കര സംഭവമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അവർ പ്രത്യേക രീതിയിൽ ക്രാഫ്റ്റ് ചെയ്തതാണെന്നൊക്കെ തോന്നുന്നു. സോ ഒരുപാട് ഭാഷ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പിറകിൽ. ഇംഗ്ലീഷ് ഞാനൊന്ന് കണ്ടുപിടിച്ചോട്ടെ ഏതാ ഇംഗ്ലീഷ് എന്ന്. ഓക്കെ, ഇതിലും ഇൻഗ്രീഡിയൻസ് ആൾമോസ്റ്റ് സെയിം ആണ്. ഷുഗർ, കൊക്കോമാസ്, കൊക്കോ ബട്ടർ ഉണ്ട്, അൺഹൈഡ്രസ് മിൽക്ക് ഫാറ്റാണ് ഇതിനകത്തുള്ളത്, ആൻഡ് എമൽസിഫയർ ഉണ്ട്, എക്സ്ട്രാക്ട് ഓഫ് ചില്ലി പെപ്പർ, നാച്ചുറൽ ചില്ലി ഫ്ലേവറിങ്, മേ കണ്ടെയ്ൻ അതർ മിൽക്ക് കോമ്പൗണ്ട്സ്, ഹേസൽനട്ട്, ആൽമണ്ട് ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. 48% ഇതിനകത്ത് ചോക്ലേറ്റ് ആണ്. സോ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് പൊട്ടിക്കാൻ പോണേ. ഇതിനും അതുപോലെ ഇങ്ങനെ പൊട്ടിക്കാനായിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ഹിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെ വച്ച് പൊട്ടിക്കുകയാണ്. ഇത് സിൽവറാണ്. സോ മുളക് എരിയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അത് വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി. ചോക്ലേറ്റിൻ്റെ കൂടെ മുളകിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ധൈര്യം ഇത് ക്രാഫ്റ്റ് ചെയ്ത് ആദ്യമായിട്ട് ചെയ്ത ആൾക്കാർക്ക് കാണും. ആൻഡ് ഇത് വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരെ അതൊന്നും സമ്മതിക്കണം. ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്ന ആൾക്കാരെ അതിന് സമ്മതിക്കും. ഇത് ബിഗ് ചോക്ലേറ്റോ, ഹ്യൂജ് ചോക്ലേറ്റ്. ഭയങ്കര തിന്നാണ് കേട്ടോ, ലൈക്ക് വെരി തിൻ. നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മണം, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മണം, കൊക്ക പൗഡറിൻ്റെ പോലത്തെ ഭയങ്കര പഞ്ചൻ്റ് ആയിട്ടുള്ളൊരു മണം. സോ ഓക്കെ, ഒരു കട്ട തന്നെ ഒരു ബിഗ് സാധനം എൻ്റെ കണ്ണാടിയുടെ എത്ര ഉണ്ട് കണ്ട, ബിഗാണ്. സോ going to try this. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. പിന്നെ അല്ലാതെ ചെറിയൊരു മധുരമേ ഉള്ളൂ. ചില്ലിയുടെ പോലത്തെ ഒരു ഫ്ലേവർ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അറിയാം, ചില്ലി പോലെ തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് കൂടുതലൊരു പുളിപ്പ് ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. എരിവൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ടായിരിക്കും തോന്നുന്നത്. എന്തോ ഒരു ചെറിയൊരു മൈന്യൂട്ടൊരു സ്പൈസി ഹിറ്റുണ്ട്. പക്ഷെ ഒരു പുളിപ്പ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വളരെ മൈൽഡായിട്ടുള്ളൊരു സ്പൈസി ഹിറ്റുണ്ട്. പക്ഷേ ഈ ഒരു ബ്രാൻഡിന് വേറെയും ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ, ചില്ലി മാത്രമല്ല, വേറെയും പല. റാസ്ബെറിയുടെ ഉണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, റാസ്ബെറിയുടെ കഴിച്ചിട്ടുണ്ടോ പോകുന്നത്. അപ്പോൾ അത് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററാണ്. ഞാനും എന്താ പറയുക, ഇത് ചൂസ് ചെയ്യുമോ റാസ്ബെറി ചൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റാസ്ബെറി മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. ആൻഡ് ഈ ഒരു ബ്രാൻഡ് ചോക്ലേറ്റിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ്നെസ് വളരെ കുറവായത് കാരണം അധികം മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാം എന്നുള്ളതാണ്. പ്രായം കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് മധുരത്തിനോടുള്ള ഒരു ആസക്തി കുറഞ്ഞു വരുമല്ലോ. പണ്ടൊക്കെ ഞാനുണ്ടല്ലോ ഈ പഞ്ചസാരയുടെ ഡപ്പ അമ്മ കാണാതെ തുറന്ന് ഇന്നത്തെ സ്പൂണ് കിട്ടി ഇങ്ങനെ കഴിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം എനിക്ക് അത്രയും മധുരം കഴിക്കാൻ പറ്റുന്നില്ല. സോ അന്നേരം അമ്മയൊക്കെ പറയും, നീ എങ്ങനെയാണ് ഈ ചായയിൽ ഇത്രയും മധുരം ഇട്ടിട്ട് കുടിക്കുന്നതെന്ന്. പക്ഷേ ഇന്ന് എൻ്റെ അമ്മയുടെ അന്നത്തെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഷുഗർ കഴിക്കാൻ പറ്റുന്നില്ല. സോ അങ്ങനെയുള്ളവർ ഇത് തീർച്ചയായും ട്രൈ ചെയ്തൊക്കെ. പിന്നെ ഇതൊരു ചില്ലിയുടെ ഒരു സംഭവമാണ്, ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ തോന്നുന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഒരു എന്താ പറയാനായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ, ചോക്ലേറ്റ് കഴിക്കുന്നതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് കിട്ടത്തില്ല. എനിവേ
നമ്മുടെ ആദ്യത്തെ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഫെറാറോ. ബട്ട് ഈ സാധനം ഇതാണ് ദി ബെസ്റ്റ് എമംഗ് ഓൾ ദി 3 ചോക്ലേറ്റ്സ് ഞാൻ ട്രൈ ചെയ്തതിൽ. ഇത് അടിപൊളി, ഇത് വെർത്താണ്. ഇത് നമ്മൾ 2 പൗണ്ട് മുടക്കി ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെർത്ത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ചോക്ലേറ്റ് ആണ്. സെക്കൻഡ് പ്ലേസ് ഞാൻ വെറുതെ കൊടുത്തേ ഉള്ളൂ സെക്കൻഡ് പ്ലേസ്. ആൻഡ് അഫ്കോഴ്സ് ഡെഫിനറ്റ്ലി തേർഡ് പ്ലേസ് ഇതിനായിരിക്കും. ഞാൻ ഇനി മേലെ എൻ്റെ ജീവിതത്തിൽ ഈ സാധനം മേടിച്ച് കഴിക്കത്തില്ല. ഓക്കെ. സോ അപ്പോൾ ഇതിനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കൊച്ചിനെ കൊടുത്തു നോക്കാം. അവൻ കഴിയുമോ എന്ന് നോക്കട്ടെ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനിയും വേറെ കുറേ വിയേർഡായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമല്ലോ അല്ലേ. Okay, then see you next time. Bye bye.